റാഗിംഗ് എന്ന പേരിൽ വലിയ പൈശാചികത അരങ്ങേറുകയാണ് സർ. ഈ റാഗിങ്ങിന്റെ പേരിൽ നടക്കുന്ന സംഹാര താണ്ഡവമാണ് അക്രമങ്ങളിലൂടെ നമ്മൾ ഓരോ ക്യാമ്പസുകളിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് സർ. കോട്ടയം നഴ്സിംഗ് കോളേജിലെ ഒരു കുട്ടി റാഗിങ്ങിന് വിധേയനായത്. എന്ത് റാഗിംഗ് ആയിരുന്നു സർ അത്? ഒരു കുട്ടിയെ കട്ടിലിൽ കെട്ടിയിട്ട് സഹപാഠികൾ കോമ്പസ് കൊണ്ട് ആ കുട്ടിയെ ക്രൂരമായി വരച്ച് അതിലേക്ക് എരിവ് പകരാൻ ലോഷൻ ഒഴിച്ച്, സ്വാഭാവികമായും പച്ച മാംസത്തിൽ ലോഷൻ തട്ടുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കോമ്പസ് കൊണ്ട് വരക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയിൽ ആ കുട്ടി ആർത്ത് കരയുമ്പോ സർ ഇത് ചെയ്യുന്ന സഹപാഠികൾ ആർത്ത് ചിരിക്കുകയാണ്. അവന്റെ കരച്ചിൽ കേട്ടിട്ട് സഹപാഠികൾ ആർത്ത് ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കോട്ടയത്ത് കണ്ടത് സർ. ഈ സംഭവം കോട്ടയത്ത് നടക്കുമ്പോൾ അതിന്റെ കൃത്യം ഒരു കൊല്ലം മുമ്പാണ്, ഒരാണ്ട് തികഞ്ഞ സംഭവമായിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഉണ്ടായത് സർ. ലോകത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച സംഭവമാണിത്. സഹപാഠികളുടെ റാഗിംഗ് കൊണ്ട്, ക്രൂരത കൊണ്ട് ഒരു കുട്ടി കൊല്ലപ്പെട്ട സംഭവമായിരുന്നു സർ. അതിന്റെ 1ാം വാർഷികമായിരുന്നു. അവിടെയും സർ പ്രശ്നങ്ങളുണ്ട്. ആ കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിലുണ്ടായ അലംഭാവം, പ്രതികളെ സഹായിക്കുന്ന സമീപനം, ഒരു വിദ്യാർത്ഥി സംഘടന എടുത്ത ചില ആ പ്രതികൾക്ക് വേണ്ടി എടുത്ത താല്പര്യം, ഇതൊക്കെ സർ നമ്മൾ കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വേറെ ഒന്ന്, ആ കുട്ടി മരണപ്പെട്ടിട്ട് ഒരാണ്ട് തികയുമ്പോൾ ആ സർവകലാശാല ക്യാമ്പസിൽ ഒരു അനുശോചനമോ ഒരു അനുസ്മരണമോ പോലും ഉണ്ടായില്ല സർ. അവിടെ വേറെ ആക്സിഡന്റിൽ മരിച്ച ഒരു കുട്ടി ആ സമയത്തുണ്ടായിരുന്നു. ആ കുട്ടിക്ക് വേണ്ടി അനുസ്മരണ യോഗം ആ ക്യാമ്പസിൽ നടന്നു. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കൂടെ പഠിക്കുന്ന ഒരു കുട്ടി മരണപ്പെട്ടു പോയപ്പോൾ അതിനെ ഓർക്കാൻ ആ ക്യാമ്പസിന് സാധിച്ചു. എന്തേ സിദ്ധാർത്ഥനെ ഓർക്കാൻ കഴിയാതെ പോയത്? സിദ്ധാർത്ഥൻ മരണപ്പെട്ടിട്ടും ആ കുട്ടിയെ ക്രൂശിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി, കലാശാലയിലുണ്ടായി, പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടായി സർ. ഒരു കൊല്ലം കഴിഞ്ഞു പോയിട്ടും ഒരു നോവായി, ഒരു ദുഃഖമായി ഈ കേരളത്തിന്റെ മുമ്പിൽ അവശേഷിക്കുകയാണ് സിദ്ധാർത്ഥൻ. പക്ഷെ ഒന്ന് അനുസ്മരിക്കാൻ പോലും ആ ക്യാമ്പസിലെ കുട്ടികൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, വേറെ ചില പ്രതിസന്ധികളായിരുന്നു, വേറെ ചിലരുടെ എതിർപ്പായിരുന്നു സർ ആ ഒരു അനുസ്മരണത്തിന് പോലും കഴിയാതെ പോയത് സർ. ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ഇതൊക്കെ സംഭവിക്കുന്നത് നമുക്കിവിടെ ഒരു റാഗിംഗ് നിരോധന നിയമമുണ്ട്, അതിന് വേണ്ടത്ര മൂർച്ചയില്ല. അതുകൊണ്ടാണ് സർ. അതുകൊണ്ട് ആ റാഗിംഗ് നിരോധന നിയമത്തിൽ ഇന്നെല്ലാം ബെയിലബിൾ ആണ്. 2 കൊല്ലത്തെ ശിക്ഷയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ സൈബർ ആക്രമണങ്ങൾ ആ ആക്ടിന്റെ പരിധിയിൽ വരുന്നില്ല. ഒരു ഭീഷണിയോ അതുപോലുള്ള സമ്മർദ്ദങ്ങളോ സൈബർ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് വരുന്നില്ല. അത് വരണം. ഇങ്ങനെ അതുപോലെ തന്നെ ആകെ ഇത്രയും കാലമായിട്ട് റാഗിംഗ് നിയമത്തിന്റെ കീഴിൽ കൺവിക്ഷൻ റേറ്റ്, ശിക്ഷിക്കപ്പെട്ടത് ഒരേ ഒരു കേസാണ്. അത് മാനഭംഗപ്പെടുത്തിയ ഒരു കേസിൽ മാത്രമാണ് ശിക്ഷ ഉണ്ടായിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റാഗിംഗ് തടയുന്നതിനായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും UGC regulations on curbing the menace of ragging in higher education institutions 2009 പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഒരു ആന്റി റാഗിംഗ് കമ്മിറ്റി നിലവിലുണ്ട്. ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരെയും വിദ്യാർത്ഥികളെയും PTA അംഗങ്ങളെയും സ്ഥലം SHOയെയും ഉൾപ്പെടുത്തിയാണ് പ്രദേശവാസികളുടെ സഹകരണത്തോടെ ആന്റി റാഗിംഗ് കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നത്. കൂടാതെ ക്യാമ്പസുകളിലെ റാഗിങ്ങിന്റെ പേരിൽ നടത്തിവരുന്ന അതിക്രമങ്ങൾ ഒഴിവാക്കുന്നതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം 16/7/2009 സർക്കുലർ 26/2009 പ്രകാരം വ്യക്തമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും നൽകിയിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മേധാവിക്ക്